ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരത്തിലേക്കാണ്. അതിലിപ്പോൾ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അൽഫല സർവകലാശാലയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് പോലീസ് ശക്തമാക്കുന്നുണ്ട്. കാരണം ഈ ഡോക്ടർമാരടക്കം നിരവധി ജീവനക്കാരിലേക്ക് പരിശോധന നീളുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ ചെയർമാനായ ജാവേദ് അഹമ്മദിനെതിരായ സാമ്പത്തിക ക്രമക്കേടിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖ ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങളാണ് അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് അഹമ്മദിനെതിരെ ഇഡി ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡി ആവശ്യത്തിനായി കോടതിയിലേക്ക് ജാവേദ് അഹമ്മദിനെ കൊണ്ടുവന്നപ്പോൾ കോടതിയിലാണ് ഇഡി ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. 415 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അത് 2018, 19, 2024, 2025 സാമ്പത്തിക വർഷങ്ങൾക്ക് ഇടയിലാണ്. വലിയ തോതിൽ വിദ്യാർത്ഥികളെ പറ്റിച്ച്, വിദ്യാർത്ഥികളെ തെറ്റിദ്ധാരണപരമായിട്ടുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയിട്ടാണ് ഈ തട്ടിപ്പെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നാക്കിൻ്റെയും UGCയുടെയും എല്ലാം തന്നെ അംഗീകാരമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പരത്തി ഇത്രത്തോളം പണം ഫീസ് എന്നുള്ള ഇനത്തിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പണം 415 കോടിയും പിന്നീട് ഈ അൽഫല ഗ്രൂപ്പിൻ്റെ തന്നെ കീഴിലുള്ള കുടുംബത്തിൻ്റെ മറ്റ് ട്രസ്റ്റുകളിലേക്കെല്ലാം തന്നെ വകമാറ്റിയിട്ടുണ്ട്. ഇത് കള്ളപ്പണ ഇടപാടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പണം ഉപയോഗിച്ച് ഭീകരവാദത്തിന് വേണ്ടി ഫണ്ട് ചിലവാക്കിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തലത്തിലും അൽഫല സർവകലാശാല ഒരു ടെറർ ഹേവണായി മാറിയിട്ടുണ്ട്. അവിടെ അതിനപ്പുറത്തേക്ക് 200 ഡോക്ടർമാരെയും ജീവനക്കാരെയും കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് കൂടുതൽ ശക്തമാവുകയാണ്. ഈ 10-ാം തീയതി മുൻകൂർ അനുവാദമില്ലാതെ അവിടെ നിന്നും ഒരുപാട് പേർ പോയിട്ടുണ്ട്. അവരെ കുറച്ചുകൂടി ശക്തമായി തേടി അന്വേഷിച്ച് ഇവരെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ കശ്മീർ ടൈംസിൻ്റെ ജമ്മു ഓഫീസിൽ കൂടി റെയ്ഡ് നടക്കുന്നത്. അതും ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും അൽഫല സർവകലാശാലയും അതുപോലെ വൈറ്റ് കോളർ ഭീകര സംഘടനയുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കശ്മീർ ടൈംസിൻ്റെ എഡിറ്റർക്കെതിരെ FIRും എടുത്തിട്ടുണ്ട്. ഈ നടപടികളെല്ലാം തന്നെ കശ്മീരിലെ സംസ്ഥാന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ച റെയ്ഡാണ് ജമ്മു ഓഫീസിൽ, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.